താലി. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. തങ്ങളെ തന്നെ നോക്കിയിട്ടിരിക്കുന്ന ശ്രീകുട്ടിയെ കണ്ടാണ് രണ്ടുപേരും ചിരി നിർത്തുന്നത്. ഇവളെന്തേ ഇങ്ങനെ നോക്കുന്നതെന്നുള്ള ചിന്തയിൽ മിത്തു നോക്കുമ്പോ കാര്യം എന്തെന്നുള്ള ചോദ്യം നിറഞ്ഞ നോട്ടമായിരുന്നു അപ്പുവിന്റെ. ശ്രീകുട്ടി ചിരിച്ചുകൊണ്ട് കണ്ണിമകൾ ചരിച്ചപ്പോൾ അപ്പുവിന്റെയും മിത്തുവിന്റെയും നോട്ടം തട്ടി. അതുവരെ അവരുടെ തോളിലേക്ക് തലചാഞ്ഞിരുന്നവൾ പെട്ടെന്നാണ് ചാടി എഴുന്നേറ്റത്. ഒരു നിമിഷത്തെ ഞെട്ടലിനപ്പുറം അപ്പു. അത് പിന്നെ ഞാൻ സോറി. മിത്തു രണ്ടുപേരെയും നോക്കി വെപ്രാളപ്പെട്ടുകൊണ്ട് പുറത്തേക്കോടി. ദൈവമേ! അപ്പു തലയിൽ കൈതട്ടി അതുപോലിരുന്നു. ഓയേ ഫോട്ടോഗ്രാഫർ, എന്തു പറ്റി? ഇതിൽ കൂടുതൽ നീ എന്തു പറ്റാനാ മോളെ? നീ കണ്ടില്ലേ അമ്മു ഓടിയത്? അമ്മു? അവള് കണ്ണൊന്ന് ചുരുക്കി അവനെ നോക്കി. അമ്മു. മായമ്മ മാത്രമാ അങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നെ, പിന്നെ ഞാനും. നീ കൂടുതൽ മൂളി പ്രശ്നമുണ്ടാക്കല്ലേ മോളെ. അല്ലേ തന്നെ എന്റെ അടുത്തു നീ എങ്ങനെ മുങ്ങി നടക്കണമെന്നതിൽ ഗവേഷണം നടത്തുന്ന പെണ്ണ. ഇപ്പൊ ഇതാ കാരണം കൂടിയായി. എത്ര ശ്രദ്ധിച്ചാലും എന്തേലുമൊക്കെ നീ കൃത്യമായി ഉണ്ടാക്കുമല്ലോ എന്റെ അപ്പൂ. സ്വയം ആത്മഹതിച്ചുകൊണ്ട് അവൻ അങ്ങനെയിരുന്നു. ഓയേ ഫോട്ടോഗ്രാഫർ, എന്താ സ്വന്തമായി ഒരു പിറുപിറുക്കലും തലയിൽ കൊട്ടുമൊക്കെ? മൊത്തത്തിൽ ഇയാളുടെ ചോദ്യചിഹ്നമാവുകയാണല്ലോ ഫോട്ടോഗ്രാഫറെ. അതൊന്നും പറഞ്ഞാൽ മോൾക്കിപ്പം കുഞ്ഞ് ഇമ്മണി കൂടി വലുതായിട്ട് ചേട്ടൻ പറഞ്ഞു തരാട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുന്ന പോലെ അവളുടെ താടിയിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ച് അപ്പു പുറത്തേക്ക് നടന്നു തുടങ്ങി. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പിന്നെ സഹ്യ? യേസ് ഏട്ടാ. അത് പിന്നെ നിന്റെ കാര്യം കേട്ടിരുന്നപ്പോ അറിയാതെ ആള് ചാഞ്ഞു പോയിരുന്നതാ. അല്ലെങ്കിൽ നിനക്കറിയാലോ അവളെ. അതുകൊണ്ട് ഈ ഒരു ഇൻസിഡന്റിന്റെ പേരിൽ താൻ അവളെ വെറുതെ പോലും കളിയാക്കൊന്നും ചെയ്യല്ലേ. ചിലപ്പോൾ പെണ്ണത് സീരിയസ് ആക്കി കണ്ട് കരഞ്ഞു പ്രശ്നമാക്കി കളയും. പറയുമ്പോൾ അപ്പുവിന്റെ മുഖത്ത് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു. സഹ്യ അവൻ അരികിലേക്ക് ചെന്നു. ഇഷ്ടമാണോ അവളെ? കണ്ണിലേക്ക് നോക്കിയായിരുന്നു ആ ചോദ്യം. അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് തോന്നി. കണ്ണുകൊണ്ട് പുഞ്ചിരിച്ചു. അപ്പു അവളുടെ കവിളൊന്ന് തട്ടി. മറുപടി ഒന്നും പറയാതെ പതിയെ മൂളിക്കൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. തിരിച്ച് സഹ്യ അരികിലെത്തുമ്പോൾ മിത്തുവിന് അവളുടെ ചോദ്യങ്ങളെപ്പറ്റി നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സഹ്യ കുറച്ചു മുൻപ് നടന്ന ഒന്നിനെ പറ്റിയും അവളോട് ചോദിക്കുകയോ കളിയാക്കുകയോ ചെയ്യാതിരുന്നത് മിത്തുവിന് കുറച്ചൊന്നുമല്ല ആശ്വാസം നൽകിയത്. തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നവളെ നോക്കി മിത്തുവും കണ്ണടച്ചു. സഹ്യയുടെ സ്വഭാവം അനുസരിച്ച് ഒരു കളിയാക്കലും ബഹളവും ഇതിനോടകം നടന്നു കഴിഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ടും അതൊന്നും ഉണ്ടായില്ലെങ്കിൽ അപ്പേട്ടൻ. പാതി വിരിഞ്ഞ പുഞ്ചിരിക്കൊപ്പം ആ പേരും ചുണ്ടിലേക്കെത്തി. രാവിലെ ദേവൂട്ടന്റെ ബഹളത്തിലാണ് അപ്പുന്റെ കണ്ണു തുറന്നത്. പ്ലീസ് ദേവൂട്ട, ഉറക്കം വരുന്നില്ല ചക്കരെ. മതി ഉറങ്ങിയത്, മണി 11:30 പോടാ, സമയമൊന്നും ആയില്ല. അപ്പു താന്നു കിടന്ന പുതപ്പെടുത്ത് പിന്നെയും തലവഴി പുതച്ചതും ദേവൂട്ടൻ അലാറം അവന്റെ മുന്നിലേക്ക് എടുത്തു വെച്ചു. അയ്യോ, 11 മണി. ദേവൂട്ടാ. എന്ത് ദേവൂട്ടാ? എപ്പം മുതൽ ഞാൻ വിളിക്കുവോ കുംഭകർണൻ? ദേവൂട്ടൻ ദേഷ്യപ്പെട്ടുകൊണ്ട് മാറി നിന്നു. സോറിടാ മോനൂട്ടാ, കുറെ ദിവസത്തെ ക്ഷീണം ഉണ്ടല്ലോ, അതാ പറ്റിപ്പോയേ. എന്നിട്ടാണോ അച്ഛമ്മയുടെ അടുത്ത് നിർമാല്യം തൊടാൻ വിളിക്കണം, കൂടെ പോകാവൂ, വിളിച്ചാലേ പിണങ്ങൂ, എന്തൊക്കെയായിരുന്നു ഡയലോഗ്. അയ്യോ, അപ്പൊ അവര് പോയോ? പിന്നെ പോകാതെ. അപ്പേട്ടൻ ഉണ്ടാവില്ലാന്ന് കരുതി രാവിലെ എഴുന്നേറ്റ ഞാൻ മണ്ടൻ. നീയും പോയോ? അപ്പു ചടഞ്ഞിരുന്നിടത്ത് നിന്ന് താഴേക്കിറങ്ങി. പോയി. അച്ഛമ്മ എഴുന്നേറ്റപ്പോൾ എന്നെയും വിളിച്ചു. അപ്പേട്ടനെ കരുതി ഞാനും എഴുന്നേറ്റു. എന്നിട്ടെന്താടാ നീ എന്നെ വിളിക്കാൻ വരഞ്ഞേ? അലാറം വെച്ച് കിടന്നയാള് എഴുന്നേൽക്കില്ലെന്നതിപ്പം ഞാൻ കരുതിയോ? എന്നിട്ട് ഒരുങ്ങിയിട്ടും കാണാഞ്ഞ് വിളിക്കാൻ വന്നപ്പോ മിത്തേച്ചി പറഞ്ഞു, ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് വന്നതല്ലേ, ക്ഷീണം ഉണ്ടാവും, ഉറങ്ങിക്കോട്ടേന്ന്. അച്ഛമ്മ അത് ശരിവെച്ചു. അതുകൊണ്ടാ ഞാൻ. ദേവൂട്ട സങ്കടത്തോടെ മുഖം താഴ്ത്തി. ഓ, അപ്പൊ അമ്മുവാണ്. നിന്നെ ഞാൻ. പരിഭവം പരാതി പോലെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് വിഷമിച്ചു നിൽക്കുന്നതിൽ മുഖം ചെന്ന് നിന്നത്. അച്ചോടാ, അപ്പൂട്ടന്റെ ദേവേട്ടൻ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അത് അപ്പേട്ടൻ എന്നോട് ദേഷ്യം വന്നില്ലേ?
ഇല്ലല്ലോ കുഞ്ഞാ. അപ്പേട്ടന്റെ മോനോട് ദേഷ്യം വരുവോ? സത്യം. ആ, സത്യം. അവന്റെ ആ നീട്ടിയ കൈപ്പത്തിൽ അവനും വിരലുകൾ ചേർത്തു. ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കണ്ണുകൾ ചുറ്റും പാറുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇടതുഭാഗത്തൂടെ ചായ മുന്നിലേക്ക് എത്തിയത്. നോക്കിയില്ല, മനഃപൂർവ്വം തന്നെ. ഇന്നലത്തെ ആ സംഭവത്തിന് ചമ്മലുകൊണ്ടാകും ഇന്ന് തന്നെ കൂട്ടാതെ അവൾ പോയതെന്ന് അറിയാമായിരുന്നെങ്കിലും ഒരു കുഞ്ഞു പരിഭവം ഉള്ളിൽ കയറിക്കൂടി. അതുകൊണ്ട് തന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റപ്പോഴും ചായ മാത്രം തൊട്ടില്ല. അപ്പേണ്ണ ചായ വേണ്ടേ? ഇന്ന് വേണ്ട. മുഖം തിരിക്കാതെ മറുപടി കൊടുക്കുമ്പോൾ അച്ചമ്മയും മായമ്മയും ചിരിച്ച് അവനെ ഒന്ന് നോക്കി അടുക്കളയിലേക്ക് കയറി. നിന്റെ തലയെവിടെ ദേവൂട്ടാ? സഹീജിയാണോ? അത് ശ്രീയേട്ടൻ വിളിച്ചിട്ട് അവിടേക്ക് പോയി. ശ്രീയേട്ടൻ? സഹി ചേച്ചിയുടെ ബ്രദർ. ഇന്നലെ പരിചയപ്പെട്ടില്ലേ സതിയമ്മ അങ്കിളിനെയും? ഓ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പു മനസ്സിലായ പോലെ തലയാട്ടി. ഇന്നെന്താടാ അടുക്കളയിൽ ഇത്രയും ബഹളം? സന്തോഷങ്ങളും ഉണ്ടല്ലോ അവിടെ. അതിന്ന് സൺഡേ അല്ലേ? അതുകൊണ്ടൊന്നുമില്ല. എല്ലാ സൺഡേയും ഈ രണ്ട് ഫാമിലിക്കും ഒരിടത്താണ് ഫുഡ്. ലാസ്റ്റ് വീക്ക് ഞങ്ങളെല്ലാം അവിടെ ആയിരുന്നു. സോ ഇന്നിവിടെ. ആഹാ, അത് കൊള്ളാലോ. പിന്നില്ലേ, നല്ല രസാ. അപ്പേട്ടൻ വാ, ഞാൻ കാണിച്ചു തരാം. സിറ്റൗണിലിരുന്ന് അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആകെ ഒരു ബഹളമാണ്. അച്ചമ്മ, സതി ആന്റി, മായമ്മ. അടുക്കളയിൽ ഒരേ തിരക്ക്. സന്തോഷങ്ങളും നീലനെങ്കിലും പുറത്തെ അടുപ്പിൽ. ഒരാള് ബീഫ് വരട്ടുകയാണെന്ന് തോന്നുന്നു. അടുത്തയാള് അതിനുവേണ്ടി തേങ്ങാക്കൊത്ത് അരിയുന്നു. എല്ലാവരും ഭയങ്കര കാര്യം പറച്ചിലും ചിരിയിലും. കാണേണ്ട ആളെ കണ്ണുകൾ കൃത്യമായി കണ്ടുപിടിച്ചെങ്കിലും ഉള്ളിലെ പരിഭവ കുഞ്ഞൻ നോക്കാൻ സമ്മതിച്ചില്ല. അപ്പു പതിയെ റൂമിലേക്ക് ചെന്ന് ക്യാമറ കയ്യിലെടുത്തു. മറ്റാരും ശ്രദ്ധിക്കാതെ അടുക്കള ഭാഗത്ത് പലയിടത്ത് നിന്ന് അത്രയും മനോഹരമായ നിമിഷങ്ങളെ ഓർമ്മകൾക്ക് വിട്ടുകൊടുക്കാതെ ചിത്രങ്ങളാക്കി. ഇതിനിടയിൽ പ്രിയപ്പെട്ട തന്റെ മാത്രം സ്വകാര്യം കട്ടെടുത്ത് സൂക്ഷിക്കാനും ആളും മറന്നില്ല. ഇടയ്ക്ക് എപ്പോഴും ദേവൂട്ടിന്റെ ശബ്ദം കേൾക്കെയാണ് അപ്പു ഫോട്ടോ എടുക്കുന്നത് എല്ലാരും അറിഞ്ഞത്. അപ്പോഴേക്കും അവിടേക്ക് സഹ്യ കൂടി വന്നതും പിന്നങ്ങോട്ട് അറിഞ്ഞുകൊണ്ടുള്ള പോസായി പലതും. ഇതിനിടയിൽ സഹ്യ നിർബന്ധിച്ചിട്ടും മിത്തു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഒരു വിധത്തിലും സമ്മതിച്ചില്ല. കൂടുതൽ ജാടയുള്ളവരുടെ പിക്സ് ഒന്നും നമുക്ക് വേണ്ട സഹ്യ. ആരെയും നോക്കാതെ അപ്പു അത് പറഞ്ഞതും സഹ്യയുടെ നോട്ടം ചെന്ന് വീണത് മിത്തുവിലായിരുന്നു. അവൾക്ക് സങ്കടമായി കാണും എന്നുള്ള തോന്നലിൽ മിത്തുവിനെ നോക്കിയവളെ ഞെട്ടിച്ചുകൊണ്ട് പതിഞ്ഞൊരു ചിരിയുമായി മിത്തു ടേബിളിലിരുന്ന് ഇലകൾ തുടയ്ക്കുന്നത് കണ്ടതും അവൾ അവളുടെ ജോലി തുറന്നു. മിത്തു, മിത്തു, പറഞ്ഞോടാ, ഞാൻ കേൾക്കുവാ. നീ ആ ഫോട്ടോഗ്രാഫർ പറഞ്ഞത് കേട്ടിരുന്നോ? എന്നിട്ടെന്താ? എന്നിട്ടെന്താന്നോ? അത് നീയല്ലേ പറയണ്ടേ. സാധാരണ ആരേലും എന്തെങ്കിലും പറയാനിരിക്കുമ്പോഴേ മൂങ്ങുന്നതാണല്ലോ. ഇവിടെ ഇപ്പൊ ഫുൾ ടൈം ചിരിയാ. ഇതിപ്പോ ഞാൻ കരയാത്തതാണോ നിന്റെ പ്രശ്നം? ഈ തവണ നിറഞ്ഞ ചിരിയോടെയായിരുന്നു ആ ചോദ്യം. ആ, സഹി അത് ശരിവെക്കും പോലെ തലയാട്ടി. അച്ചോടാ, ഇപ്പൊ സമയമില്ലാട്ടോ, പിന്നെ കരയാമേ. അവളുടെ കവളിനൊരു കുത്തും കൊടുത്ത് തൂശനിലകൾ അവള് സൈഡ് ടേബിളിലേക്ക് എടുത്തു വെച്ചു. ഇവൾക്ക് ശരിക്കും എന്തോ മാറ്റം വന്നിട്ടില്ലേ? സഹി അവളെ തന്നെ നോക്കി ഒരു നിമിഷം നിന്നു. ഏകദേശം ഉച്ചയോടടുത്തപ്പോഴാണ് ശ്രീ അങ്ങോട്ടേക്ക് വന്നത്. എത്തിയതും നോട്ടം പോയത് മുന്നിലിരിക്കുന്ന ദേവൂട്ടനോടും സഖിയോടും എന്തോ പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്നവനിലാണ്. വാതിലിൽ നിന്ന് തങ്ങളെ നോക്കുന്നവനെ ആദ്യം കണ്ടത് ദേവൂട്ടനാ. അവിടെ നിൽക്കാതെ കേറി വാ ശ്രീയേട്ടാ. ദേവൂട്ടന്റെ വിളിയിൽ അപ്പു സഖിയും അവിടേക്ക് നോക്കി. ശ്രീയെ കണ്ടതും സഖി ഓടിപ്പോയി അവന്റെ കൈയും പിടിച്ച് അപ്പുവിന്റെ മുന്നിലേക്ക് കൊണ്ടു നിർത്തി. മിസ്റ്റർ ഫോട്ടോഗ്രാഫർ, ഇതാണ് എന്റെ ഏട്ടൻ ശ്രീകുട്ടൻ. ഹായ്, ഞാൻ ആര്യൻ. ആദ്യം ശ്രീക്ക് നേരെ കൈനീട്ടിയത് ആര്യനാണ്. ഹായ്, ഞാൻ ശാന്തനു. ഓ, അറിയാം. കണ്ടത് ഇപ്പോഴാണേലും ഇവിടെ വന്നപ്പോൾ മുതൽ കേൾക്കുന്നു. വെറുതെ ഒരു ചിരി മാത്രമായിരുന്നു അതിന് മറുപടി. കുറച്ചു നേരം ശ്രീക്കരികിലിരുന്നവർ എന്തൊക്കെയോ സംസാരിച്ചു. ഇതിനിടയിൽ ഒന്ന് രണ്ട് തവണ മിത്തുവിനെ ഒരു മിന്നായം പോലെ ശ്രീ കണ്ടിരുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം മിത്തു കഴിവതും അവന്റെ മുന്നിലേക്ക് വരാറില്ല. വന്നാലും മിഴികൾ ഒരിക്കലും അവനിൽ പതിക്കാതിരിക്കാൻ അവള് മനഃപൂർവ്വമായൊരു ശ്രമം നടത്തുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അവന്റെ ആവശ്യവും ഏറെക്കുറെ അതായതുകൊണ്ട് തന്നെ അവനെ അതും അതുവഴിക്ക് വിട്ടു. ഇലയിട്ട് ചൂട് കപ്പയും ബീഫ് വരട്ടിയതും ഇലയിലേക്കിട്ടു.
ഒപ്പം പുളിശ്ശേരിയും. വിളമ്പുന്ന ജോലി സഹിക്കും മിത്തുവിന് നൽകി മായയും സതിയും സൈഡിലത്തെ കസേരയിലേക്ക് മാറിയിരുന്നു കഴിഞ്ഞിരുന്നു. അപ്പുവിന് കപ്പയും ബീഫും കണ്ട് വായിലൂടെ കപ്പലോടാൻ തുടങ്ങി. മായമ്മ, സൂപ്പർ! ആദ്യത്തെ ഉരുള വായിലേക്ക് വെച്ചത് അപ്പു വിളിച്ചു പറഞ്ഞു. ഇരു കണ്ണുകളും അടച്ച് സ്വാദ് നാവിലെ ഓരോ മുകുളങ്ങളിൽ നിന്നും അറിയുമ്പോൾ കിട്ടുന്നൊരു ആത്മനിർവൃതി അറിഞ്ഞുകൊണ്ടുള്ളൊരു മൂളലും പിറകെ എത്തി. ആഹാരം പാകം ചെയ്യുന്നവർക്ക് കിട്ടുന്ന അവാർഡുകളാണ് കഴിക്കുന്നവരിൽ നിന്നും കിട്ടുന്ന ഇതുപോലെയുള്ള പ്രശംസകൾ. അവന്റെ ആ സന്തോഷം എല്ലാവരിലും നിമിഷം കൊണ്ടാണ് പടർന്നത്. ഇതിനിടയിൽ പുളിശ്ശേരിയുമായി മിത്തു അടുത്തു വന്നതും അപ്പു വേണ്ടാന്ന് കൈവച്ചു. അത് കണ്ടതും അച്ചമ്മ അത് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവന് വിളമ്പി. ആശാൻ കാര്യമായി അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് അച്ചാറ് വിളമ്പുമ്പോഴും പപ്പടം എടുക്കുമ്പോഴും എന്തിനേറെ വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ പോലും ഇതായിരുന്നു അവസ്ഥ. അതോടെ ടേബിളിലിരുന്ന എല്ലാവർക്കും കാര്യം ഏറെക്കുറെ മനസ്സിലായി. ദേവാ, വെള്ളം. അപ്പു വെള്ളം വേണ്ടെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കുകയായിരുന്നു ആ വിളി. ശ്രീയുടെ പെട്ടെന്നുള്ള വിളിയിൽ അപ്പു തല ഉയർത്തി നോക്കി. അത് ആരാണെന്നുള്ള ഭാവത്തിൽ. മിത്തു ശ്രീക്കരികിൽ ചെന്ന് വെള്ളം പകർന്നു നൽകി. അത് കണ്ടതും നേരത്തെ വീർത്തിരുന്ന മുഖം ഒന്നുകൂടി വലുതായി. അതേസമയം ശ്രീ അത്ഭുതത്തോടെ മിത്തുവിനെ നോക്കിക്കാണുകയായിരുന്നു. ഒരാൾ ചെറുതായി ദേഷ്യം കാണിച്ചാൽ പോലും ഒഴിഞ്ഞു മാറിപ്പോകുന്നവൾ ഇന്ന് അപ്പുവിനെ മനഃപൂർവ്വം ചുണ്ടി പിടിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തോന്നിയവന്. അതിലും വലിയൊരു ആശ്ചര്യം അവളുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന കുഞ്ഞ പുഞ്ചിരിയായിരുന്നു. വളരെ നേർമയായ ഒന്ന്, സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം കണ്ടെത്താൻ പറ്റുന്ന അത്രയും ചെറുതായ ഒന്ന്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.